ഹലോ, എസ്റ്റർ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ കളക്ഷൻ സാരീസ് ആയിട്ടാണ്. നമ്മൾ ഇന്ന് കുറച്ച് ബ്ലാക്ക് സാരീസിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു ബ്ലാക്ക് ഖാദി കോട്ടൺ ഫാബ്രിക്കിൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ്. നമ്മൾ എപ്പോഴും കാണിക്കുന്ന ഒരു പാറ്റേണിലുള്ള സാരി അല്ല. ഇതിന്റെ ഒരു പല്ലു പോർഷനിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് അതിനകത്ത് എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിൽ ഇതിന്റെ പല്ലു പോർഷനിലെ എംബ്രോയിഡറി, അതായത് പല്ലുവിന്റെ എൻ പോർഷനിൽ ടാസിൽസ് ഉണ്ട്. ടാസിൽസിന്റെ മുകളിലായിട്ട് വരുന്നത് പോലെ സ്റ്റാൻഡിംഗ് പോസിൽ റിച്ച് ആയിട്ടൊരു ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ലേസി ഡേസി സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഈ എംബ്രോയിഡറി പാറ്റേൺസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡും പിങ്കിന്റെ 2-3 ഷെയ്ഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ എംബ്രോയിഡറി പാറ്റേൺസ് വന്നിരിക്കുന്നത്. അപ്പം നിറച്ചും എന്ന് പറഞ്ഞ പോലെ ആ പല്ലുവിന്റെ എൻ പോർഷനിൽ ഡിസൈൻസ് വരും. നമ്മൾ വൺ ഫ്ലീറ്റിൽ ഇട്ടാലും അതുപോലെ ഫ്രണ്ടിലോട്ട് എടുത്ത് പിടിച്ചാലും ഒക്കെ കാണാവുന്നത് പോലെ നല്ല ഭംഗിയായിട്ട് ഈ എംബ്രോയിഡറി പാറ്റേൺസ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ ഇതിനകത്തൊരു സിംഗിൾ ഫ്ലവർ പാറ്റേണേ കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്ന ഡിസൈൻ വരുന്നത്. ഇങ്ങനെ ചെസ്റ്റ് പോർഷൻ വരുന്നിടത്തൊരു സിംഗിൾ പാറ്റേൺ, സെയിം ഡിസൈൻ തന്നെയാണ്, സൈസ് ഒക്കെ സെയിം തന്നെയാണ്. സിംഗിൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈൻ ഇതിനകത്ത് ചെസ്റ്റ് പോർഷനിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇതിന്റെ ബോട്ടം പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ബോട്ടം പോർഷനിൽ നമ്മൾ പല്ലൂല് കണ്ടതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഉടുത്ത് വരുമ്പോൾ ഫ്ലീറ്റ്സിന് ഇടയ്ക്കൂടെ എല്ലാം വരുന്നത് പോലെ ഇത്രയും ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ഫ്ലീറ്റ്സിന് ഇടയ്ക്കൂടെ വരില്ല, എന്നാലും അത്യാവശ്യം നമ്മൾ നടക്കുമ്പോൾ കാണാവുന്നത് പോലെ ഈ ഒരു 5 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിനകത്ത് ഡിസൈൻസ് വരുന്നത്. ഇത് ഖാദി കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. നല്ല ഒതുങ്ങുന്ന ഫാബ്രിക് ആണ്. എനിവേ ഇത് കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നല്ലതായിട്ട് തന്നെ, അതായത് വേറെ രീതിയിലുള്ള ചൂട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും വരത്തില്ലാത്ത മെറ്റീരിയലാണ്. നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയലും ആണ്. അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് 2850 ആണ്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും കാണിക്കുന്നത് ഒരു ബ്ലാക്ക് കളറിലെ സാരിയാണ്. ഇത് ബ്ലാക്ക് കളറിലെ സൂപ്പർ നെറ്റ് സിൽക്കി കോട്ട സാരിയാണ്. ഇതിനകത്ത് റിബൺ എംബ്രോയിഡറി, സാറ്റൺ റിബൺ വെച്ചിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡും റെഡ് ഷെയ്ഡും യൂസ് ചെയ്തിട്ടുള്ള റോസ് ഫ്ലവർ പാറ്റേണിൽ റിബൺസ് യൂസ് ചെയ്തിട്ടാണ് ഈ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫ്ലവേഴ്സിന് സെൻട്രൽ പോർഷനിൽ ചെറിയൊരു പേൾ ബീഡ് കൊടുത്തിട്ട് ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്തൊരു സ്റ്റെം അല്ലെങ്കിൽ ഒരു ലീഫ് പാറ്റേൺ ആയിട്ടൊക്കെ ചെയ്തിരിക്കുന്നത് ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ അതിനകത്ത് ചെറിയൊരു ഫേൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ചെറിയ ബ്രാഞ്ചസ് കൊടുത്തിട്ടുണ്ട്. അതിലും ഈ പറഞ്ഞ പോലെ ഒരു പേൾസ് യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ അതിനകത്ത് ഒരു പേൾ വർക്കും അതുപോലെ റിബൺ വർക്കിന്റെ ഒക്കെ ഹൈലൈറ്റ് ആണ് കൂടുതലായിട്ട് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷനിൽ വരുന്ന ഡിസൈൻ വരുന്നത്. പല്ലുവിൽ നമുക്ക് ബോട്ടം, അതായത് പല്ലുവിന്റെ ബോട്ടം പോർഷനിൽ ഈ ഒരു സിംഗിൾ ഡിസൈൻ വൺ സൈഡിൽ മാത്രമേ വരുന്നുള്ളൂ. ഉള്ളിലും ഒന്നും ഡിസൈൻസ് കൊടുത്തിട്ടില്ല. പക്ഷെ പല്ലുവിന്റെ തന്നെ മെയിൻ സൈഡിൽ റണ്ണിങ് പോർഷനിൽ ഈ സെയിം സൈസിലുള്ള ഒരു ഡിസൈൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കിലോട്ട് ഇങ്ങനത്തെ 2 ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. സെയിം സൈസിലുള്ള ഡിസൈൻസ് തന്നെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു 2 ഫ്ലവർ കളേഴ്സ് ഉള്ള റോസ് ഫ്ലവർ പാറ്റേൺ ഇങ്ങനെ ഒരു 6 ആക്ക് പാറ്റേണിലൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത് വരുന്നത് പോലെയാണ് ഇതിനകത്ത് ഒരു ഫ്ലവേഴ്സ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ 2 ഫ്ലവേഴ്സ് വീണ്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ വരുന്നത്. ഇത് റെഡ് ബ്ലാക്ക് ഒരു ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല കോൺട്രാസ്റ്റ് ചെയ്തിനകത്ത് ഡിസൈൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഈ ഒരു പേൾ വർക്ക് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലതായിട്ട് ഈ ഒരു ആ ഒരു കുറച്ചൊരു റിച്ച് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ഫീൽ ഈ ഒരു സാരിക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ വരുന്നത്. അതിനുശേഷം ഇതിന്റെ ബോട്ടം പോർഷനിലോട്ടാണ് ഡിസൈൻസ് വരുന്നത്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ചൂടെ സൈസ് കുറഞ്ഞ, അതായത് ഒരു 3 ഫ്ലവർ പാറ്റേൺ വരുന്നത് പോലെ ഈ ഒരു ഡിസൈനെ നമ്മുടെ ആ ഒരു ബോട്ടം പോർഷനിൽ ഫുള്ള് ഫ്ലീറ്റ്സിന്റെ ഇടവഴി മൊത്തവും വരുന്നത് പോലെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഇതിനകത്ത് നമ്മുടെ ആ സാരിയുടെ ഹാഫ് പോർഷൻ തൊട്ട്, അതായത് ഫുൾ ഫ്ലീറ്റ്സിന് ഇടയ്ക്കൂടെയും കാണാവുന്നത് പോലെ ഈ ഒരു ഡിസൈൻ ഞാൻ പിടിച്ചിരിക്കുന്ന കണ്ടാൽ മനസ്സിലാകും. ഇത്രയും ഭാഗത്ത് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഫ്ലീറ്റ്സിന്റെ ഫുൾ ഭാഗത്തും വരുന്നത് പോലെ, നമ്മൾ ഉടുത്ത് വരുമ്പോൾ ഫ്ലീറ്റ്സിന്റെ ഇടയ്ക്കൂടെ എല്ലാം വരുന്നത് പോലെ ഇതിനകത്ത് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു സാരിയുടെ ഡിസൈൻസ് വരുന്നത്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 1975 ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഒരു നേവി ബ്ലൂ കളറിലെ സിൽക്കി കോട്ട ഫാബ്രിക്കിൽ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് കോൺട്രാസ്റ്റ് കോമ്പിനേഷനിൽ ഹണി കോം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി ഉള്ള ഒരു സാരിയാണ്. ഇതിനകത്ത് ഒരു ഹണി കോം സ്റ്റിച്ചിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു കട്ട് വർക്ക് ഫിനിഷ് ഒക്കെ വരുന്നത് പോലെയാണ് ഫ്ലവേഴ്സ് ഇരിക്കുന്നത്. ഇതിനകത്ത് അതുപോലെ ഈ ഒരു ബോർഡർ ഫുൾ സ്കാലപ്പ് ചെയ്തിട്ട് നമ്മൾ കാണുന്ന ഭാഗം ഫുള്ളും ഇതുപോലെ സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ല വലിയ സ്കാലപ്പോട് കൂടി, വലിയ യു ഷേപ്പ് വരുന്ന സ്കാലപ്പോട് കൂടി ഈ ഒരു സാരി ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു പോർഷനിൽ മെയിൻ എൻഡിൽ വന്നിരിക്കുന്ന ഡിസൈൻ വരുന്നത്.
ഫുൾ പല്ലു പോർഷൻ എൻ പോർഷനും ഒക്കെ ഇതുപോലെ സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു സിൽക്കി കോട്ട ഫാബ്രിക് ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഇത് നമുക്ക് സിൽക്കി കോട്ട എന്നും കോട്ട സിൽക്ക് എന്നും അതുപോലെ നൈലോൺ കോട്ട എന്നും ഒക്കെ പറയുന്ന ഒരു ഫാബ്രിക് ആണ്. നല്ല ഫ്ലോയി ആയിട്ട് കുറച്ചൊരു ഷൈനിങ് ഒക്കെ ഉള്ള ഒരു ഫാബ്രിക് ആണ്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു മെറ്റീരിയലിന്റെ എൻ പോർഷൻ വരുന്നത് കുറച്ചൊരു തേരിങ്ങനെ മുമ്പോട്ട് നിൽക്കുന്ന പോലെ ഇങ്ങനെയാണ് ഇതിന്റെ എൻ പോർഷൻ നോർമലി സാരീസിൽ വരുന്നത്. അപ്പൊ ചിലരിത് ലോക്ക് ചെയ്യാറുണ്ട്, നമ്മൾ ഉരുട്ടി തയ്ച്ച് ലോക്ക് ചെയ്യാറുണ്ട്. ഇതിനകത്ത് ഇത് കുത്തുന്ന ഭാഗത്തായി ഇത് വന്നിരിക്കുന്നത് കേട്ടോ. ബാക്കി ഭാഗങ്ങളെല്ലാം ഇവര് ഇതിനകത്ത് ഇതുപോലെ സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു വൺ സൈഡ് ഫുള്ളായിട്ടും വന്നിട്ടുണ്ട്, അതുപോലെ മറ്റേ സൈഡ് നമ്മൾ ഉടുത്ത് വരുമ്പോൾ കാണുന്ന ഭാഗവും മൊത്തം ഇതുപോലെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റണ്ണിങ് പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ഒരു സിംഗിൾ ഫ്ലവറും ചെറിയൊരു ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ടുള്ള ഒരു ബഡ്സും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻസ് വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പം ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ്. നമുക്ക് റയർ ആയിട്ടുള്ള കോമ്പിനേഷൻ ഒന്നും അല്ല, പക്ഷെ എപ്പോഴും ട്രെൻഡിങ് ആയിട്ടും എപ്പോഴും നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു ബ്ലൂ പിങ്ക്. അത് നേവി ബ്ലൂവും പിങ്ക് കൂടെ വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് ഈ ഒരു ഫ്ലവർ പാറ്റേൺ കാണാൻ പറ്റും. അതുപോലെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന നല്ല ഷൈനിങ് ഉള്ള ഒരു ത്രെഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കട്ട് വർക്ക് ഫിനിഷിൽ ആ ഒരു ഹണികോം സ്റ്റിച്ച് വന്നിരിക്കുന്നതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ചെറിയ ആ ഒരു ഹോൾസ് മീൻസ് ചെറിയ ആ ഒരു റൗണ്ട്സ് വരുന്നത് പോലെയാണ് ഈ ഒരു ഹണികോം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടൈം എടുത്ത് ചെയ്ത ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ്. വളരെ നീറ്റ് ആയിട്ടും ഇത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് ഈ ഒരു സാരിയിൽ ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. ഇതിന്റെ ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെയാണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ആ ഒരു ഫ്ലീറ്റ്സിന്റെ ഇടയ്ക്കോട്ട് വരുന്നത് പോലെ ഇങ്ങനെ 3 സ്റ്റാൻഡിങ് പോസിൽ വരുന്ന സിംഗിൾ ഫ്ലവർ ഡിസൈൻ ആയിട്ടാണ് ഇതിന്റെ ബോട്ടം പോർഷനിൽ ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഈ ഒരു സാരിയിൽ അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത്. ഇതിന്റെ സ്ലീവിൽ രണ്ടും സിംഗിൾ ഫ്ലവർ പാറ്റേണിൽ ഓരോ ഫ്ലവേഴ്സും അതുപോലെ കുറച്ച് ലീവ്സും ഒക്കെ വരുന്നത് പോലെ അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2875 ആണ്. ഇതിനകത്ത് ഈ ഒരു റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി കൂടാതെ ഈ ഒരു സ്കാലപ്പ് വർക്കും ബ്ലൗസും വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു റേറ്റ് ഈ ഒരു സാരിക്ക് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും കാണിക്കുന്നത് ഒരു സൂപ്പർ നെറ്റ് സിൽക്കി കോട്ട ബ്ലാക്ക് കളർ സാരിയാണ്. നമുക്ക് ഈ ഒരു ക്ലൈമറ്റിന് സിൽക്കി കോട്ട നല്ല ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതായത് നമുക്ക് ഈ മഴയത്തൊക്കെയാണല്ലോ ഉടുക്കാനും ഉണങ്ങാനും ഒക്കെ എളുപ്പം ഉള്ളൊരു ഫാബ്രിക് ആണ് സിൽക്കി കോട്ട. അത് ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് ഒരു സമ്മർ സമയത്ത് നമ്മൾ ബ്ലാക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിരിക്കുമായിരുന്നു. പിന്നെ നമുക്ക് വീണ്ടും ബ്ലാക്ക് ഷെയ്ഡ്സിലോട്ടൊക്കെ നമുക്ക് വീണ്ടും ഉടുക്കാനായിട്ട് പറ്റുന്ന ഒരു കാലാവസ്ഥയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി ഹാൻഡ് എംബ്രോയിഡറി പാറ്റേൺ ആയിട്ടാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഷാഡോ സ്റ്റിച്ചും അതുപോലെ കടായി കമ്മൽ സ്റ്റിച്ചും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അത് 2-3 സ്റ്റിച്ച് ഉണ്ട്. കടായി കമ്മൽ മാത്രമല്ല, ഇതിനകത്തൊരു സ്പൈഡർ സ്റ്റിച്ച് വന്നിട്ടുണ്ട്, അതുപോലെ ഫ്രഞ്ച് നോട്ട്സ് വന്നിട്ടുണ്ട്, അതുപോലെ പേൾ ഒരു ഹൈലൈറ്റ്സ് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ സ്റ്റിച്ച് യൂസ് ചെയ്ത് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ വന്നിരിക്കുന്ന ഒരു കടായി കമ്മൽ പാറ്റേണിൽ വന്നിരിക്കുന്ന ഫ്ലവേഴ്സ് ആണ്. 6 പെറ്റൽസ് വരുന്ന 3 ഫ്ലവേഴ്സ് ആണ്. നല്ല വലിപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു പല്ലു പോർഷൻ, അതായത് ഫ്ലീറ്റ് ഫുള്ള് കവർ ചെയ്ത് വരുന്നത് പോലെ നല്ല വലിപ്പത്തിലാണ് ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു സ്പൈഡർ സ്റ്റിച്ചിൽ വന്നിരിക്കുന്ന പോലത്തെ കുറച്ച് ഫ്ലവേഴ്സും അതുപോലെ ഫ്രഞ്ച് നോട്ട്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഷാഡോ സ്റ്റിച്ചിൽ വരുന്ന പോലെയാണ് ഈ ഗ്രീൻ എലമെന്റ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. പല്ലുവിന്റെ മെയിൻ ഇഞ്ചിൽ കൊടുത്തിരിക്കുന്ന ഡിസൈനാണിത്. ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷനിൽ ഈ ഒരു ഡിസൈനേ കൊടുത്തിട്ടുള്ളൂ. അതിന്റെ ബാക്കി മുകളിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ ഒരു വലിയ ഫ്ലവർ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കടായി കമ്മൽ പാറ്റേണിലുള്ള ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേണും അതുപോലെ ചെറിയ കുറച്ച് ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ കൊടുത്ത് റണ്ണിങ് പോർഷനിലും അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുക്കും. ചെസ്റ്റ് പോർഷനും നല്ല ഹൈലൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു സിംഗിൾ ഫ്ലവർ ആയിട്ട് റണ്ണിങ് പാറ്റേണിൽ, അതായത് ഒറ്റ ഡിസൈനെ നീളത്തിൽ ചെയ്തിരിക്കുന്ന ഒരു പാറ്റേണിലാണ് ഇതിനകത്ത് ഡിസൈൻസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ വരുന്നത്. അത്യാവശ്യം നല്ല കവറേജ് വരുന്നത് പോലെയാണ് ഇത് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സാരി പോലെ തന്നെ ആ ഒരു കളർ കോമ്പിനേഷൻ നന്നായിട്ട് നല്ലൊരു ഇത് വരുന്നൊരു സാരിയാണ്. ഒരു പിങ്ക് ബ്ലാക്ക് കോമ്പിനേഷനും നന്നായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് നല്ലൊരു ലുക്ക് തരുന്നൊരു സാരിയാണ്. അതിൻ്റെ കൂടെ ചെറിയ പേൾ ഹൈലൈറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഒരു ഒക്കേഷനൊക്കെ ആണെങ്കിലും പെയർ ചെയ്യാൻ പറ്റും, ഡെയിലി വെയറിനൊക്കെ പറ്റുന്ന ഒരു സാരിയാണ്. അപ്പം ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ 3 ഫ്ലവേഴ്സും അതുപോലെ ഈ ചെറിയ ഫ്ലവേഴ്സും ഒക്കെ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ബോട്ടം പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു സിംഗിൾ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്.
റൈറ്റ് ലെഗ് പോർഷനിൽ വരുന്നത് പോലെ സ്റ്റാൻഡിങ് പോസിൽ വരുന്നത് പോലെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇത്രയും ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2375 ആണേ. അപ്പൊ ഇത്രയും സാരീസാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഈ കാണിച്ച ഏതെങ്കിലും സാരീസ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. സ്ക്രീൻഷോട്ട് അയക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ സാരിയുടെ നമ്പറോ കളർ കോമ്പിനേഷനോ ഡിസൈനോ ഒക്കെ പറഞ്ഞാൽ നമ്മൾ അവൈലബിൾ ആണോ എന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.